GK with എലീന പടിക്കൽ. നമ്മൾ പോകുന്നു ചോദ്യങ്ങളിലേക്ക്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ജില്ലകൾ. എങ്കിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഇതൊരു മത്സര ബുദ്ധിയോടെ നിങ്ങൾ കാണണം. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. എന്റെ ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല? കാസർഗോഡ്. ഒരു മിനിറ്റ്. പറയട്ടെ, രോഹിചേട്ടൻ പറയട്ടെ. പാലക്കാട്. തെറ്റ്. ടീച്ചർ പറഞ്ഞതാണ് ശരി ഉത്തരം. കാസർഗോഡാണ്. അല്ലല്ല, പാലക്കാട് തമിഴ്നാട്ടിന്റെ ആയിരുന്നു. നമ്മള് കന്യാകുമാരി തമിഴ്നാട്ടിന് കൊടുത്തിട്ടാണ് പാലക്കാട് നമ്മൾ മേടിച്ചത്. തിരുവനന്തപുരം അല്ല, കന്യാകുമാരി. നിങ്ങളൊരു കാര്യം ചെയ്യേ, അതിൽ ആദ്യം ഒരു ഉറപ്പ് വരുത്ത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, അതായത് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. അതും 1984 മെയ് 24 ബർത്ത്ഡേ. ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. റെഡിയാണോ? യെസ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. നോ. മലപ്പുറം. ഒരു സെക്കൻഡ്. ശ്വേത ചേച്ചിയും അഖിലും മലപ്പുറം പറഞ്ഞു. ഡയാന ഏതാ പറഞ്ഞേക്കുന്നത്? മലപ്പുറം. ശരി, പോട്ടെ. ടീച്ചർ ഏതാ പറയുന്നേ? പാലക്കാട്. അല്ല, പാലക്കാട്. ഇടുക്കി. മലപ്പുറം. The correct answer is ഇടുക്കി. മിടുക്കി. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇടുക്കി അറിയാറ്. അപ്പൊ ഇവള് ഇടുക്കി ഞങ്ങള് മലപ്പുറം പറഞ്ഞപ്പോ ഇവള് മലപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആയി. ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ആവില്ലേ? നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലേ? ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. 2023 വരെ പാലക്കാടായിരുന്നു വലിപ്പത്തിലെ 1ാം സ്ഥാനം. അത് കുറച്ച് താലൂക്കുകളുടെ ഒക്കെ ഡിവിഷൻ വന്ന്, കുട്ടമ്പുഴ താലൂക്ക് ഡിവിഷൻ വന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഇടുക്കിക്ക് ഷിഫ്റ്റായി 1ാം സ്ഥാനം ഇടുക്കിയായി. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം? 5 ജില്ലകള്. 5. അഖിൽ എന്താണ്? അഖിൽ 5. ടീച്ചർ പറയുന്ന പറയരുത്. എപ്പോഴേ 5 പറഞ്ഞ് കൈ പൊക്കി 5. ഗുഡ് വൺ. രണ്ടുപേർക്കും പോയിന്റ്സ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ആണ്. 5 എണ്ണം. മലബാർ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ. ശരി, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇത് എന്റെ ലാസ്റ്റ് ചോദ്യമായിരുന്നു. ഓക്കെ, അവര് വിളിക്കണം. നിന്റെ ഡൈ എവിടെ വെക്കണോ? അത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ എടുത്തോളൂ. ശരി, അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? യെസ്. ഒരു മിനിറ്റ് ടീച്ചറെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്തായാലും തെറ്റായിരിക്കും പറയാൻ പോകുന്നത്. പറഞ്ഞു. വയനാട്. യെസ്. ഏതാണ് ഡയന പറയാൻ പോകുന്നത്? കണ്ണൂര്. വെയിറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ അല്ല, വടക്കൻ ഏരിയ അല്ല, കിഴക്കൻ ഏരിയ എവിടെയോ ആണ് അല്ലേ? കിഴക്കൻ എന്ന് പറയുമ്പോ നമ്മുടെ കോട്ടയം, ഇടുക്കി, ആ ഒരു, അതായത് നമ്മുടെ പാലക്കാടൊന്നും അല്ലാത്തൊരു സ്ഥലമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ആൻസർ ഇസ് മലപ്പുറം. അതായത് കോഴിക്കോട്ട് നമ്മൾ വരുമ്പോ മലപ്പുറത്ത് വന്നിട്ടല്ലേ പോവാൻ പറ്റും. അല്ല, നമ്മള് ജില്ല എണ്ണൂലല്ലോ ഈ വണ്ടിയിൽ, കാറിൽ പൊക്കോണ്ടിരിക്കണം. അതിലിപ്പോ എവിടെയോ ഒരു കോഴിക്കോടും ഞാൻ വേറൊരു ബോർഡും കണ്ട്, മറ്റേ ബോർഡ് കണ്ടു കാണൂല. അപ്പൊ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ജില്ലകളെ പറ്റി ചെറിയൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്.